ടു അവർ ചാനൽ. അപ്പോ എന്താണ്, ഞങ്ങള് ഫസ്റ്റ് വ്ളോഗിൽ ഞങ്ങൾ ആരാ എന്താ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ഞങ്ങളുടെ പേര് അതിനെ കുറിച്ചൊന്നും പറയാൻ അത്ര ടൈം കിട്ടിയില്ല. അതൊക്കെ എടുക്കണം പറഞ്ഞിട്ട് തന്നെ ഫസ്റ്റ് വ്ളോഗ് തുടങ്ങിയേ. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് ഷോപ്പിങ്ങിന് പോയി അതിന്റെ ഒരു തിരക്കിലായി പോയതുകൊണ്ട് നമുക്ക് നമ്മളാരും കൂടുതൽ പറയാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളൊരു ഇൻട്രോ വീഡിയോ, നമ്മുടെ ഒരു ഫാമിലിയെ കുറിച്ച്, ഞങ്ങളെ കുറിച്ച്, ഒരു പേഴ്സണൽ ഞങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ഇൻട്രോ വീഡിയോ പോലെ എടുക്കാന്ന് ഞങ്ങൾ വിചാരിച്ചു അല്ലേ. ഓക്കെ, അപ്പോ ആദ്യം തന്നെ ഞങ്ങളുടെ സ്ഥലം പ്ലേസ് എന്ന് പറയുന്നത് പാലക്കാടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പാലക്കാട് കഞ്ചിക്കോടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോ പാലക്കാടുള്ളവർക്ക് കമന്റ് പാലക്കാടിനൊക്കെ കുറെ പേരുണ്ടാവും തോന്നുന്നു. കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യണം എന്തായാലും. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഞാന്, അമ്മ, ഇതിന്റെ ചേച്ചിയാണ്, അപ്പൊ ഞങ്ങള് 4 പേരാണ്. ഞങ്ങളുടെ 4 പേര് അടങ്ങുന്നതാണ് ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് ആക്ച്വലി. അതെ അതെ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ACCA ഫൈനൽസ് ചെയ്തുകൊണ്ടിരിക്കാൻ. അത്ര പേപ്പേഴ്സ് ഒന്നുമില്ല, കഴിയും ഇപ്പൊ തന്നെ. അപ്പോ പിന്നെ ഞാൻ അടുത്തന്നെ ഇനിയിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ചെന്നൈയിൽ പോവുകയായിരിക്കും. ആക്ച്വലി മിക്കവാറും പോവും. ഈ മാസം തന്നെ പോവാന്നൊരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. ഞാൻ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ കൊച്ചിയിലാണ് പഠിച്ചതൊക്കെ. ഡിഗ്രി പാലക്കാട് ഇവിടെ തന്നെയാണ് ചെയ്തത്. പിന്നെ ബാക്കി എൻ്റെ കുറച്ച് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഞാൻ കൊച്ചിയിലായിരുന്നു ചെയ്തത്. ഇപ്പം ഞാൻ ജോബിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നെക്സ്റ്റ് ഇയർ MBA ചെയ്യാനും ഒരു പ്ലാൻ ഉണ്ട്. PG എടുത്തിട്ടില്ല, അപ്പോൾ PG ചെയ്യാനൊരു പ്ലാനും കൂടെ ഉണ്ട്. പിന്നെ അച്ഛൻ ഇവിടെ പാലക്കാട് ഉള്ളവർക്ക് അറിയാം, ഇവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ട് കഞ്ചിക്കോട് തന്നെ, ഡിസ്ട്രിക്ട് 9 എന്ന് പറയും. അപ്പൊ അവിടെ മാനേജറായിട്ടാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അമ്മ ഹൗസ് വൈഫാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ചുള്ള ഒരു എല്ലാം ഒരു പിന്നെ പേര് പ്രത്യേകിച്ച് പേര് പറഞ്ഞില്ല, സോറി. പേര് പറയാതെ വേറെ എല്ലാ കാര്യം പറഞ്ഞു. എന്റെ പേര് സംഗീത എന്നാണ്. എന്റെ പേര് കവിത. എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിൽ സിമിലർ ഉള്ളത്. ലാസ്റ്റ് TH അത്രയ്ക്ക് വേണം. അപ്പൊ കവിത, സംഗീത. അപ്പൊ ഞങ്ങളായിരിക്കും അധികവും വ്ളോഗൊക്കെ ചെയ്യണ്ടാവുക. പിന്നെ അമ്മയും ഇൻക്ലൂഡഡ്, അമ്മയും വരും. അച്ഛൻ അങ്ങനെ ഭയങ്കര വ്ളോഗിനൊന്നും വരാൻ വലിയ താല്പര്യമുള്ള ഒരു പേഴ്സൺ അല്ല. ബട്ട് ഞങ്ങൾ എപ്പോഴും ടൈമില്ല. അച്ഛൻ അവിടെ മൊത്തം ബിസി ആയിട്ടുള്ള ഒരാളായത് കൊണ്ട് തന്നെ അച്ഛൻ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ബട്ട് ഞങ്ങൾ ഭാവി ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അച്ഛനെ വ്ളോഗിന് കൊണ്ടുവരാൻ നോക്കാം. അമ്മ അത്യാവശ്യം ആക്റ്റീവ് ആയിരിക്കും. അമ്മയാണ് ഇപ്പൊ അമ്മ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വരാം. ഇപ്പൊ ഞങ്ങളുടെ ഇടയിൽ മാത്രം ഒരു ഇൻട്രോ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ഭാവിയിൽ അമ്മയുടെയും കുറെ ഞങ്ങൾ ഒരുമിച്ചുള്ള കുറെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ആളെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ആക്ച്വലി. അതെ അതെ അതെ. അപ്പൊ അത്രയൊക്കെയാണ് ഞങ്ങൾ ഇൻട്രോ അപ്പൊ എല്ലാം പറഞ്ഞത്. ഇതൊക്കെയാണ് ഞങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങള്. ഞങ്ങൾ എന്താ ചെയ്യുന്നത്, പേര്, ഇതെല്ലാം എവിടെ ഇരിക്കുന്നത്, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു ഇൻട്രോ ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അതെ. പിന്നെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങാനുള്ള ഒരു കാരണം കൂടെ ഇതിലൂടെ തന്നെ പറയാന്ന് വിചാരിച്ചു. ആക്ച്വലി ഞങ്ങൾ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്ത ഒരു സംഭവം തന്നെയാണ്. ഒരു യൂട്യൂബ് തുടങ്ങിയാലോ, അത് എത്രയോ കാലമായിട്ട് ഡിസ്കഷൻ തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തത് വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പൊ റീസെന്റ് കുറച്ചേരം ഡിസ്കഷൻ ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്നൊരു ഇതിലാണ് എന്നാ പിന്നെ തന്നെ തുടങ്ങാന്നുള്ളൊരു പ്ലാൻ ഇട്ടത്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ പെട്ടെന്ന് തുടങ്ങി. നമ്മൾ കുറെ കാലം പ്ലാൻ ഇട്ടുകൊണ്ടിരുന്നത് നടക്കില്ല. പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഇങ്ങനെ ഇതായപ്പോഴാണ് ഞാൻ തന്നെ കേട്ടോ അതിന് ഒരു മുന്നിലേക്കായി വന്ന് ഞാൻ തന്നെ പെട്ടെന്ന് തുടങ്ങിയത്. വീഡിയോസ് കാണുമ്പോ തന്നെ മനസ്സിലാവും. കാരണം ആളാണ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ആദ്യമേ എല്ലാം പറയണതും ഇതാവണതും ഒക്കെ. അതെ അതെ. അപ്പൊ ഞാൻ തന്നെയാണ് ശരി. എത്രയോ കാലം ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒന്ന് വേഗം ഇത് ആക്കിയാൽ എന്താ, ഒന്നാമത് ലേറ്റ് ആണെന്ന് തോന്നി. കാരണം ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട്. ഭയങ്കര കോമ്പറ്റീഷൻ ഒരു ടൈം തന്നെയാണ്. ഇപ്പൊ യൂട്യൂബിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. കാരണം എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മുമ്പ് തൊട്ടേ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി വീഡിയോ റീച്ച് ഒക്കെ കിട്ടിയിരിക്കുന്നുണ്ടാവും തോന്നുന്നു. അറിയില്ല, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് എപ്പോഴാണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അത് ഞാൻ ലേറ്റ് ആയി തുടങ്ങിയത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് പ്ലാനൊക്കെ ചെയ്ത്, ഞാനും അമ്മയും സംഘിച്ച് 3 പേരും കൂടി പ്ലാനൊക്കെ ചെയ്തിട്ട് ശരി എന്നാ പിന്നെ അങ്ങനെ തുടങ്ങാൻ പറഞ്ഞിട്ട് എല്ലാം പെട്ടെന്ന് തുടങ്ങി. പിന്നെ വീഡിയോസൊക്കെ മെല്ലെ ഇട്ടിട്ട് വരികയാണ്. കാരണം കണ്ടന്റ്സ് ഒക്കെ ഓരോന്ന് ഏതൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ പ്ലാനൊക്കെ ചെയ്യും.
അങ്ങനെയൊക്കെയാണ്. അപ്പൊ തുടങ്ങാനുള്ള ഒരു റീസൺ പ്രത്യേകിച്ച് റീസൺ നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് ഒരു ഏർണിങ്സും കൂടെ ആണല്ലോ. ഏർണിങ്സും ആണ് ഒരു കാര്യമാണ് തുറന്ന് പറയണമല്ലോ, ഏർണിങ്സും കൂടെ ഉണ്ട്. ഒബ്വിയസ്ലി അത് എല്ലാവർക്കും ഒരു പ്രയോറിറ്റി തന്നെ ആയിരിക്കും. എല്ലാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസ് ആയ എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഒരു ഇൻകം എന്ന് പറയുന്നത് ഒരു യൂട്യൂബിൽ നിന്ന് അത് നല്ലതായിരിക്കും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല നമുക്കൊരു എന്റർടൈൻമെന്റ്, നമുക്കത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും കൂടെ വേണമല്ലോ. വെറുതെ നമ്മൾ ചുമ്മാ പൈസക്ക് വേണ്ടി അങ്ങനെയല്ല, പക്ഷെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി. കാരണം നമുക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനും കുറെ ക്രിയേറ്റീവ് ഐഡിയാസ് നമുക്കും കൊണ്ടുവരാൻ പറ്റും അല്ലെ, പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു അതൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അങ്ങനെ എത്രയോ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ അത് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങിയത്. വളരെ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചൊന്നുമില്ല. നമ്മളും അതേപോലെ തന്നെ യൂട്യൂബിന്റെ കാര്യങ്ങളിൽ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞങ്ങൾക്കാണെങ്കിലും അത്രയ്ക്കൊരു ഇതിനെ കുറിച്ച് ഒരുപാട് അറിയൊന്നുമില്ല. ഓരോ കാര്യങ്ങളും നമ്മളെല്ലാം സ്കിൽഡ് ആയിട്ട് വരുന്നുള്ളൂ. അതിപ്പോ ആദ്യത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ ഞങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ചും വലിയ ഐഡിയ ഒന്നും ഇല്ല, ഒക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. അങ്ങനെ തന്നെ നമ്മളെല്ലാം മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും നമ്മുടെ എല്ലാത്തിലും കയറി വരിക. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതാണ് ഞങ്ങള് അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണവും ഞങ്ങൾ പറഞ്ഞു. ഇനി അടുത്തുള്ള വ്ളോഗ്സ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കുറെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ ലോങ് വീഡിയോസും കുറെ ചാലഞ്ചസ് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ആൾക്കാർക്ക് ഇഷ്ടമുള്ളതൊക്കെയാണ് എന്റർടൈൻമെന്റ്. അതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ എന്റർടൈൻ ചെയ്യാൻ നിങ്ങളത് കാണാൻ സജഷൻസ് തരിക. ഇതിലൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പുതിയതായി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു പുതിയ കാര്യമാണ് ആക്ച്വലി. അപ്പൊ ഇതിലും എന്താണ് അതിന്റെ എഫേർട്ടൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനും ഞങ്ങളും വളരെ എക്സൈറ്റഡ് ആണ് ആക്ച്വലി. അതെ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതെ, അപ്പൊ ഞങ്ങൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആട്ടോ. ഈ ഞങ്ങളെ കുറിച്ചുള്ളത് ഇനി ഉണ്ടാവില്ല. ഇതാണ് ഞങ്ങളെ കുറിച്ചൊരു ഇൻട്രോ വീഡിയോ ഞങ്ങൾ തന്നു കഴിഞ്ഞു. ഈ ബാക്കിയൊക്കെ ഞങ്ങൾ ഓരോ ചാലഞ്ചസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൂടെ ചോദിക്കാം. ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയാനുള്ളതോ അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ടൈപ്പ് വീഡിയോ ചെയ്യണമെന്നോ എന്താണ് നിങ്ങൾക്ക് പറയാട്ടോ സജഷൻസ്. നിങ്ങളുടെ ഐഡിയ കൂടെ എന്താണ് ഞങ്ങൾക്ക് അറിയാനും ഒക്കെ ആഗ്രഹം ഉണ്ട് ആക്ച്വലി ഗ്രാജുവലി ഇങ്ങനെ പോകുമ്പോൾ. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് പറയുക. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക എന്തായാലും. അപ്പൊ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രോ, അതേപോലെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ യൂട്യൂബിന്റെ വരാനുള്ള റീസൺ കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. കൂടുതലായിട്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. അപ്പൊ ഇതൊക്കെയുള്ളൂ. വലിയ വീഡിയോ ഒന്നും അല്ല, ചെറിയൊരു കാര്യം ഞങ്ങളെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഞങ്ങളുടെ വീഡിയോസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അപ്പൊ പിന്നെ നമുക്ക് അതൊന്നും അറിയാൻ വേണ്ടിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ തന്നതാണ്. അപ്പൊ ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇതിനേക്കാട്ടുള്ള എനർജിയോടെ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോകളിൽ കഴിക്കാനുണ്ട്, കഴിച്ചിട്ടില്ല. ഉച്ച ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, വരുന്നേ ഉള്ളൂ. അപ്പൊ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.